പറഞ്ഞതല്ലേ ബിസിനസ് പാർട്ടിക്കൊന്നും ഞാൻ വരുന്നില്ലാന്ന്. ഒടുക്കത്തെ ബോറിംഗ് ആയി പാർട്ടിയൊക്കെ. ദേ ലച്ചു, നീ മിണ്ടാതിരുന്നോ? അവളുടെ ബോറിംഗ്. നിനക്ക് കണ്ട പബ്ബിലും ക്ലബിലും ഒന്നും പോകുമ്പോ ഈ ബോറിംഗ് ഞാൻ കാണാറില്ലല്ലോ. എന്റെ പൊന്നു സാറാ, നീ മിണ്ടാതെ നിന്നെ. ഇത് വീടല്ല. പിന്നെ മോളെ, നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ പോകാം. അതുവരെ ഒന്ന് ക്ഷമിക്കടാ. ഓക്കെ, പപ്പ പറഞ്ഞത് കൊണ്ട് മാത്രം. Handsome. I like him. എങ്ങനെയെങ്കിലും കമ്പനിയായി അവനെ എൻജോയ് ചെയ്താക്കണം. യു ആർ മൈൻ മിസ്റ്റർ ഹാൻസം. ഇങ്ങോട്ട് വന്നേ. വരുന്നു പപ്പ. ഡേവിഡ്, ഇതാണ് എന്റെ ഒറ്റ മോൾ ലയ ജേക്കബ്. ഇപ്പോൾ 3rd ഇയർ BBA സ്റ്റുഡന്റാ. ആഹാ, അപ്പൊ മോളും നിന്നെ പോലെ ബിസിനസ്സിലേക്ക് തന്നെയാ അല്ലേ? അതെ. അല്ല, നിന്റെ വൈഫും മോനും എന്തേ? വെയിറ്റ്, ഞാൻ വിളിച്ചിട്ട് വരാം. അതാരാ പപ്പ? അതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡേവിഡ് അലക്സ്. ജേക്കബ്, ഇതാണ് എന്റെ വൈഫ് ആലിസ് ഡേവിഡ്. പിന്നെ ഇത് എന്റെ മോൻ ജൂഡ് ലെവി ഡേവിഡ്. അവൻ പ്രൊഫസറാ. അപ്പോ മോന് ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ലേ? ഉണ്ട്. അവൻ ഒരു വർഷം പ്രൊഫസറായി വർക്ക് ചെയ്തിട്ട് പിന്നെ കമ്പനിയിൽ കയറും. ജൂഡ്, ആലിസ്, ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജേക്കബ്. ഇതാണ് എന്റെ വൈഫ് സാറ. ഇത് മോള് ലയ. എന്നാ ജേക്കബ് വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഹാടാ വാ. ജൂഡ്, മോൾക്ക് കമ്പനി കൊടുത്തേക്ക് കേട്ടോ. ഹാ പാപ്പ. ഹായ് ലയ. ഹായ്. ഞാനെന്താ വിളിക്കണ്ടേ? എന്നെക്കാളും എൽഡർ അല്ലേ? അപ്പോ പേരെങ്ങനെയാ? ഹോ, എന്നെ താൻ ഇച്ചായെന്ന് വിളിച്ചു. ഓക്കെ ഇച്ചായ. ലയ ഏത് കോളേജിലാ? ഞാൻ സെന്റ് തോമസ് കോളേജ്. ഓ, അവിടെ. ഇച്ചായനോ? ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. 2-3 കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേക്കൻസി ഉള്ളിടത്ത് വിളിക്കും. മമ്മി ഒന്ന് വന്നേ. ഹോ, ഈ പെണ്ണ് എന്താടി? അത് പിന്നെ എനിക്ക് ജോഡിച്ചായനെ ഇഷ്ടമായി. ഇച്ചായന്റെ പപ്പയോട് പറയാമോ? ഇത്ര വേഗോ? പ്ലീസ് മമ്മി, എനിക്ക് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. എനിക്ക് ഞാൻ ഇച്ചായനോട് പറയാം. ഇച്ചായ, ഒരു മിനിറ്റ്. എന്നാടി? അത് നല്ലൊരു കാര്യമാണല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അവരോട് പറയാം. ഡേവിഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ പറ. അത് പിന്നെ ലൈക്ക് ജൂണിനെ കണ്ടപ്പോ ഇഷ്ടമായെന്ന്. അവനോട് പറയാതെ ഞങ്ങളോട് വന്ന് പറഞ്ഞത് ഈ ലവ് ചെയ്ത് നടക്കുന്നതിനേക്കാൾ ഡയറക്റ്റായ മാരേജ് പ്രപ്പോസൽ അല്ലേ നല്ലത് എന്ന് കരുതിയ ഞങ്ങളോട്. നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് എതിർപ്പൊന്നുമില്ല. ആലിസ്, നിനക്കോ? എനിക്ക് 100 വട്ടം സമ്മതം. എനിക്ക് ലയമോളെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. അതുപോലെ ഇവളെ ഞാൻ മരുമോളായി സങ്കല്പിച്ചു കഴിഞ്ഞു. അപ്പൊ അവനോട് പറയണ്ടേ അവന് ഇഷ്ടമല്ലെങ്കിലോ? പറയണം. അവന് അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഇഷ്ടമാണ് അവന്റെയും. സോ പ്രോബ്ലം ഉണ്ടാവില്ല. എന്നാ ഓക്കെ. ഈ ടൈമിനിടയ്ക്കൊക്കെ ജൂഡിന്റെ അടുത്ത് ഈ കാര്യം പറയാൻ അവന്റെ പാരന്റ്സ് നോക്കി. പക്ഷെ ഓരോ കാര്യങ്ങൾ കൊണ്ട് പറയാൻ പറ്റിയില്ല. ഇച്ചായ, അവനോട് പറയാൻ പറ്റിയില്ലല്ലോ. അതെ, ഇനി എന്തായാലും ഇപ്പൊ പറയണ്ട. ഹേമോളുടെ പഠിത്തം കഴിഞ്ഞ് പറയാം. എന്തായാലും അപ്പോൾ അല്ല എൻഗേജ്മെന്റ് നടത്തൂ. എന്നാ അങ്ങനെ ചെയ്യാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. തോമസ് സാർ ട്രാൻസ്ഫർ ആയി പോയ കാര്യം നിങ്ങൾക്ക് അറിയാലോ. സോ അതിന് പകരം പുതിയ സാർ വന്നിട്ടുണ്ട്, ജൂഡ് സാർ. ബാക്കി ഇൻട്രൊഡ്യൂസും കാര്യങ്ങളും ഒക്കെ ചെയ്തോളൂ. അപ്പോ ഞാൻ എവിടെയാ പഠിക്കുന്നതെന്ന് ചോദിച്ചത് ഇവിടെ ജോയിൻ ചെയ്യാനായിരുന്നു അല്ലേ? ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഐ ആം ജൂഡ് ലെവി ഡേവിഡ്, യുവർ ന്യൂ ബിസിനസ് പ്രൊഫസർ. അതുപോലെ ക്ലാസ് ഇൻചാർജും എനിക്കായിരിക്കും. പിന്നെ നിങ്ങളുടെ തോമസ് സാറിനെ പോലെ ആയിരിക്കില്ല ഞാൻ.
ഞാൻ തരുന്ന വർക്കും പിന്നെ സ്റ്റഡീസിന്റെ കാര്യത്തിലും ഞാൻ കോംപ്രമൈസ്. എന്റെ ക്ലാസ് ടൈമിൽ ടോക്ക് ചെയ്ത മറ്റുള്ള സാറുമാരെ പോലെ ഞാൻ പുറത്താക്കില്ല. ഞാൻ പഠിപ്പിക്കുന്ന പോർഷൻസിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. അത് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിടത്തുള്ളൂ. ദാ, ആദം, ഇങ്ങനെ കാണാനൊക്കെ കൊള്ളാം, ബട്ട് ഒടുക്കത്തെ സ്ട്രിക്റ്റ് ആണല്ലോ. ഹേ, ഇവനിത് എന്തോ നോക്കിക്കൊണ്ടിരിക്കുവാ? ദാ, എന്താടി? നീ ഇത് ഏത് ലോകത്താ? അതോ സാറിന് കാണാൻ കൊള്ളാം അല്ലേ? എന്താണ് മോനെ, ക്രഷ് അടിച്ചോ? അടിച്ചു എന്ന് തോന്നുന്നു. വണ്ടർഫുൾ. കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. നല്ല കോഡ് ആൻഡ് സ്ട്രിക്റ്റ് ആണ്. അതിനിപ്പോ എന്താ, വായ നോക്കാൻ ക്യാരക്ടർ അങ്ങനെ ആയാലും നോ പ്രോബ്ലം. എനിക്ക് വട്ടാണ്. ദേ നോക്കൂ. ലാസ്റ്റ് ബെഞ്ച്, യു ടു ഷട്ട് അപ്പ്. എന്താ അവിടെ സംസാരം കുറെ നേരമായല്ലോ. സോറി സാർ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഈ വട്ടത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. എന്റെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് മാത്രം. സോ സിറ്റ് ഡൗൺ. ഇനി സംസാരിക്കുന്നത് കാണരുത്. താങ്ക് യു സാർ. ആരാ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡന്റ് ആൻഡ് ലീഡർ? സാർ, കെയ്ൻ ആദം. ഹു ഈസ് കെയ്ൻ ആദം? ഞാനാണ് സാർ. ഹോ, ഓക്കെ. ബ്രേക്ക് ടൈമിൽ ക്ലാസ്സിലെ ഫുൾ സ്റ്റുഡൻസിന്റെ നെയിമും ഫോൺ നമ്പറും എഴുതി എന്നെ ഏൽപ്പിക്കണം. റാങ്ക് ബേസിസിൽ പേരെഴുതിയാൽ മതി. ഓക്കെ സാർ. സോ ബൈ സ്റ്റുഡൻസ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോ ഇതുവരെ തോമസ് സാർ പഠിപ്പിച്ചതിന്റെ നോട്ട്സ് എന്റെ ടേബിളിൽ നാളെ എന്റെ ക്ലാസ്സിന് ശേഷം എത്തിക്കണം. കേട്ടല്ലോ? എന്റെ പൊന്നു, എന്ത് ലുക്കാടി സാറിന്. ഞാൻ വീണുപോയി മോളെ. നീ ആരെ കണ്ടാലാണ് വീഴാത്തത്? എന്തായാലും ആദമിന്റെ അത്ര പോരാ. നീ എന്നിന്റെ ഒരു ആദമും. നീ അടുത്തെങ്ങാനും അവനോട് ഇഷ്ടമാണെന്ന് പറയോ? പറയണം, ബട്ട് ആ ചെയിൻ ഫുൾ ടൈം അവന്റെ കൂടെയല്ലേ, അതാ. അവൻ പാവമാണ്. അവളോട് പറഞ്ഞ അവൾ എന്നെ സപ്പോർട്ട് ചെയ്യും. ആണോ? അപ്പോ ആദ്യം അവളെ വിളക്കാം. ഹേ, അപ്പോ നിനക്ക് അവളെയും ഇഷ്ടമാണോ? ദേ, ഈ സാധനത്തിനെ വിളിച്ചോണ്ട് പോയേ. സാറ് വന്നപ്പോ തന്നെ പണി കിട്ടിയല്ലോ. അതെ, നിന്റെ നോട്ട് കംപ്ലീറ്റ് അല്ലേ? എവിടെന്ന്? ആകെ സാം സാറിന്റെ നോട്ട് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. വെരി ഗുഡ്. അല്ല, അത് മാത്രമായിട്ട് എന്തിനാ കംപ്ലീറ്റ് ആക്കിയേ? ഇല്ല, അങ്ങേര് വീട്ടിൽ തന്നെ കഷ്ടപ്പെടുത്തും. അനുഭവിച്ചോ? നീയല്ലേ പുള്ളിയെ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോ ക്രഷ് അടിച്ചു എന്ന് പറഞ്ഞ് സാറിന്റെ പുറകെ നടന്ന് വളച്ചത്. പോരാത്തതിന് സാർ നിന്നെ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ച് സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോ തന്നെ വീട്ടിൽ പറഞ്ഞ് കെട്ടും നടത്തി. പറ്റിപ്പോയി. നല്ലതാ. അതാ വരുന്നു യുവർ ഹസ്ബൻഡ്. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഈ 2 വീക്സിൽ മിക്കവരുടെയും ക്രഷായി മാറിയിരുന്നു ജൂഡ്. പിന്നെ മിക്ക സ്റ്റുഡൻസിനും ജൂഡും ലയും ടോക്ക് ചെയ്യുന്നത് കണ്ടിട്ട് പല ഡൗട്ട്സും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിക്ക ദിവസവും ജൂഡിൻ്റെ കൂടെയായിരിക്കും ലയ വരുന്നത്, അതുപോലെ തിരിച്ചു പോകുന്നതും. ഇതുകൊണ്ട് തന്നെ അവരുടെ റിലേഷനിൽ പലർക്കും ഡൗട്ട്സ് ഉണ്ടായി തുടങ്ങി. അപ്പോ ഓക്കെ സ്റ്റുഡൻസ്, പിന്നെ ഞാൻ തന്ന അസൈൻമെന്റ് ഈ ഫ്രൈഡേ എന്റെ ടേബിളിൽ വെക്കണം. ആദം, വാ, ക്യാൻറ്റീനിൽ പോവാം. വാ. പിന്നെ നീ സാറിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നില്ലേ? എടി, അതിനെനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാണെങ്കിൽ മോനെ, അത് ഞാൻ വിശ്വസിക്കില്ല. നീ ഇപ്പൊ അത് വിട്ടേ. എന്നിട്ട് ചെന്ന് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വാ. ജൂഡ് സാറും ലയയും റിലേഷനിലാണെന്ന് തോന്നുന്നു. ദിവസവും അവർ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ ടോക്ക് ചെയ്യുന്നത് നീ കാണാറില്ലേ? അങ്ങനെയൊന്നും കാണില്ല. അവർ ഇനി ഫാമിലി ഫ്രണ്ട്സോ കസിൻസോ ആണെങ്കിലോ? എനിക്ക് തോന്നുന്നു. എക്സ്ക്യൂസ് മീ ഗൈസ്, ലിസൺ ഹിയർ. ഐ നോ നിങ്ങൾക്ക് ജൂഡ് സാറിന്റെ ക്രഷ് ഉണ്ടെന്ന്. അപ്പോ അതങ്ങോട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. എന്റെയും സാറിന്റെയും മാരേജ് ഫിക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഞാനും സാറും ഞങ്ങളുടെ ഫാമിലി തമ്മിലുള്ള പിക്കുണ്ട്. അതൊന്ന് നോക്കി നോക്ക്, അപ്പം മനസ്സിലാവും. ഇനി എങ്ങാനും ഇച്ഛായനെ ആരെങ്കിലും ആ രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ അറിയാലോ. ആദം,
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഞാൻ ഇപ്പൊ വരാം. ഡാ, നീ ഓക്കെ അല്ലേ? എനിക്കെന്ത് കുഴപ്പം? സാർ ജസ്റ്റിനൊരു ക്രഷ് മാത്രം അല്ലേ? പിന്നെ എന്താ? ഇപ്പൊ അവർ മാരേജ് ചെയ്യാൻ പോകുക എന്നറിഞ്ഞു. സോ അതവിടെ തീർന്നു. ആർ യു ഷുവർ? അതേടി. പിന്നെ ഞാൻ ഇന്ന് വീട്ടിൽ പോകും. ഇനി വെനസ്ഡേ വരൂ. എന്താടാ പെട്ടെന്ന്? അതോ എന്റെ കസിന്റെ മാരേജാ, അതാ. ഓ, ദാ ആദി, നീ ഇതെന്താ കോളേജിൽ വന്നപ്പോ മുതൽ ഗ്ലൂമി ആയിരിക്കുന്നേ? കോളേജിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹേ ഇല്ല പപ്പ, അത് എക്സാം ആവാറായില്ലേ, അതാ. അതിനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇനിയിപ്പോ നീ പാസ്സായില്ലെങ്കിലും നോ പ്രോബ്ലം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, +2 കഴിഞ്ഞപ്പോ തന്നെ കമ്പനി കയറാൻ നിനക്കല്ലേ പഠിക്കണമെന്ന് പറഞ്ഞ്. ആ ടൈമിൽ ഞാൻ കമ്പനി കയറിയിട്ട് വേണം നമ്പർ 2 പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി പൂട്ടിയിടാൻ. അങ്ങനെ പൂട്ടി പോകുവാണെ പോട്ടെ എന്ന് വിചാരിക്കണം. പപ്പ, ഞാൻ വല്ലതും പറയും. നിന്നെ ആ ഒരു പൊസിഷനിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചത് എന്റെ തെറ്റാണോ? ഹോ, അല്ലാതെ പപ്പയ്ക്ക് കമ്പനി നോക്കാൻ മടിയായത് കൊണ്ടല്ല അല്ലേ? എന്റെ പിടിച്ചു കളഞ്ഞു. നീ വാ, നമുക്കൊന്ന് പുറത്തു പോകാം. ഓക്കെ, ഞാനിതാ വരുന്നു. സാർ, എന്തിനാ ഡോർ ലോക്ക് ചെയ്തത്? ഐ വോണ്ട് ടു ടോക്ക് ടു യു. അതിന് ഡോർ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോപ്പ് കോളിംഗ് മീ സർ. യു ആർ മൈ പ്രൊഫസർ സാർ. യെസ് ഐ ആം, ബട്ട് ഐ ആം ഓൾസോ എ ബോയ്ഫ്രണ്ട്, ഓൺലി യുവേഴ്സ്. പ്രൊഫസർ ബോയ്ഫ്രണ്ട്. ഡു യു ഗെറ്റ് ഇറ്റ്? ആയിരിക്കാം, ബട്ട് ഇനി അത് എന്തിനാ മുന്നോട്ട് കൊണ്ടുപോയിട്ട്? What are you saying, Kane? പിന്നെ ഇത്രയും നാൾ why are you avoiding me? ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത് ലവി. നിന്റെ മാരേജ് ഉറപ്പിച്ചതല്ലേ? Then why should I stay with you as your boyfriend? So it's better to avoid you. Kane, I didn't get you. എന്റെ മാരേജ് ഫിക്സ് ചെയ്തെന്നോ? ഹോ, നിനക്കിപ്പോ ഒന്നും അറിയില്ല അല്ലേ? എന്നെ പറഞ്ഞു അവൾ നിന്റെ ഫിയാൻസി ആണെന്ന്. അവളുടെയും നിന്റെ മാരേജ് ഫിക്സ് ചെയ്തു എന്നൊക്കെ. അവൾ അങ്ങനെ പറഞ്ഞ ഇത് വിശ്വസിക്കുമോ? അപ്പോ അത്രേ ഉള്ളൂ നിനക്ക് എന്നോടുള്ള ഇഷ്ടം അല്ലേ? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആരെങ്കിലും അങ്ങനെയൊന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ബട്ട് നീയും നിന്റെ ഫാമും അവളും അവളുടെ ഫാമും ഒന്നിച്ചുള്ള ഫോട്ടോ കാണിച്ചു. പിന്നെ നീ മറ്റുള്ളവരോട് ടോക്ക് ചെയ്യാറുള്ള പോലെ അല്ലല്ലോ അവളോട് സംസാരിക്കുന്നത്. പോരാത്തതിന് മിക്ക ദിവസവും അവൾ നിന്റെ കൂടെയല്ലേ കോളേജിൽ വരുന്നത്, അതുപോലെ തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെയല്ലേ? സോ എന്റെ പൊന്നു കെയിൻ, ഈ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോ ഒരു പാർട്ടിയിലാണെന്ന് പറഞ്ഞില്ലേ? അന്ന് പപ്പ നിർബന്ധിച്ചപ്പോ എടുത്തതാ. പിന്നെ അവളെ ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് മമ്മി പറഞ്ഞിട്ടാണ്. അവളെ ഫ്രണ്ട്, ഒരു സിസ്റ്റർ അങ്ങനെയൊക്കെ കണ്ടത് കൊണ്ടാണ് ഞാൻ കുറച്ച് ചിരിച്ചു കളിച്ച് സംസാരിച്ചത്. പിന്നെ ഈ മാരേജിന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. വെയിറ്റ്, ഞാൻ ലേഔട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇച്ഛായ? ലയ, എന്നെ നീ ഇനി ഇച്ചായെന്ന് വിളിക്കണ്ട. കോൾ മീ സോ. പറ്റില്ല, ഞാൻ ഇച്ഛായ എന്നാണ് വിളിച്ച് ശീലിച്ചത്. വാട്ടവർ. നമ്മുടെ മാരേജ് ഫിക്സ് ചെയ്തു എന്ന് നീ ക്ലാസ്സിൽ ഫുൾ പറഞ്ഞെന്ന് കേട്ടു. യാ, അത് എന്തായാലും അവർ അറിയേണ്ടതല്ലേ? എന്തായാലും അറിയണ്ടല്ലേ ഇന്നോ? അതിന് നിന്നെ ആരും മാരേജ് ചെയ്യാൻ പോകുന്നേ? പിന്നെ ഞാനായിട്ട് നിന്നോട് മാരേജിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇച്ചായൻ എന്നെ മാരേജ് ചെയ്യും, അയനോ? പിന്നെ ഇച്ചായൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് ആലിസ് മമ്മിയും ഡേവിഡ് പപ്പയും പറഞ്ഞു നമ്മുടെ മാരേജ് ഫിക്സ് ചെയ്തതും അവരാണ്. ഓ, അപ്പൊ അങ്ങനെയാണ് അല്ലേ? എന്നാ നീ കേട്ടോ, ഈ മാരേജ് നടക്കാൻ പോകുന്നില്ല. മമ്മയും പപ്പയും അങ്ങനെ പലതും പറയും. ബട്ട് ഇറ്റ്സ് നെവർ ഗോണ ഹാപ്പൻ. അതെന്തായാലും നടക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഐ ആം സോറി ലവി, ഞാൻ കരുതി. ഇറ്റ്സ് ഓക്കെ കെയിൻ, ലീവ് ഇറ്റ്. എനിക്ക് മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും
ഞാൻ ഈ കെയിനെ മാത്രമേ മാരേജ് ചെയ്യൂ. I love you so much, Lavi. I love you more, my sweetheart. ജൂഡ്, നീ ഇപ്പോ എവിടെയെങ്കിലും പോകുവാണോ? Yes, mom. ഒരു ഫ്രണ്ടിനെ കാണാൻ. മോനെ കുറച്ച് കഴിഞ്ഞ് പോകാം, ഇവിടെ കുറച്ച് പേര് വരുന്നുണ്ട്. സോ Okay, mom. ഹലോ. ഹാ ലവി, പറ. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും, ഇവിടെ ആരൊക്കെ വരുന്നുണ്ടെന്ന്. ആണോ? ഓക്കേടാ. നീ കഴിച്ചിട്ടല്ലേ വരൂ? നോ ഐഡിയ. കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും വേണം. ലേവി, നീ വന്നത് ക്ലീശയാവുന്നുണ്ട്. ഓ ആണോ ബേബി ബോയ്? എങ്കിൽ ഈ ഡാഡി അത് മാറ്റാം. വിളിച്ചിട്ട് പോടാ ലേവി ഡാഡി. അതെ, ഐ എം എ പ്രൊഫസർ. അതൊക്കെ കോളേജിൽ കേട്ടോ. മൈ പ്രൊഫസർ ബോയ് ഫ്രണ്ട്. ഇവനെ ജൂഡ് ഇങ്ങോട്ട് വന്നേ. വരുന്നു. മമ്മി, ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുക, ഇന്ന് വരില്ല. ഇല്ല, നാളെ സൺഡേ അല്ലേ? അപ്പോ നാളെ നിനക്ക് കോളേജില്ലേ? മമ്മി. നാളെ 7 മണിക്ക് മുമ്പേ വരണേ. ഞാൻ ഉച്ചയ്ക്ക് എത്തും. ശരി. മോനെ നീ ഇങ്ങോട്ടാ. പപ്പ, ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുക. അവിടെ ഒരു പാർട്ടി ഉണ്ട്. ആണോ? എന്നാ ഓക്കെ, ചെല്ല്. ആലിസ്, നാളെ അവർ വരുന്ന കാര്യം നീ അവനോട് പറഞ്ഞോ? ഇല്ല, അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ലേമോള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവനും അവളെ ഇഷ്ടമാണ്. അതാവുമല്ലോ അവർ നെക്സ്റ്റ് വീക്ക് എൻഗേജ്മെന്റ് ആക്കാമെന്ന് പറഞ്ഞേ. അതൊക്കെ ശരിയാ. ബട്ട് നാളെ അവനോട് പറയുമ്പോ എന്താകുമോ ആവും. അതോർത്ത് ഇച്ചായും പേടിക്കണ്ട, അവൻ ഇഷ്ടമാവും. പിന്നെ ലേമോൾ പറഞ്ഞതല്ലേ, ഇന്നലെ അവൾ അവനോട് പറഞ്ഞു എന്ന്. ഇഷ്ടമല്ലാത്ത രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ, അപ്പൊ സീനില്ല. എന്താ ടേസ്റ്റ്. എന്നാലും വീണ്ടും പറയുമ്പോ ഒരു സുഖം. എന്റെ പൊന്നു ലവി, മതി. എത്ര നേരമായി ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട്. നീ വന്നേ, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങാനോ? നോ വേ മൈ ബേബി ബോയ്. ഇന്ന് എനിക്ക് നിന്നെ വേണം. എത്ര നാളായി നിന്റെ അവോയ്ഡിങ് കാരണം ഒരു കിസ് പോലും കിട്ടിയിട്ടില്ല. എന്റെ പൊന്നോ, ഇനി അതിന് പിണങ്ങണ്ട. ഞാൻ റെഡി. ബട്ട് ഒരു ചേഞ്ച് ഉണ്ട്. ഇത്തവണ നീയാണ് ബേബി ബോയ്. ഓക്കെ ഡാഡി, then fuck me. வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களின் ஏக்கங்கள் தீரும். வசீகரா என் நெஞ்சினிக்க தான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வேண்டும் சில சமயம் விளையாட்டாய் உன் நாடைக்குள்ளே நான் வேண்டும்
என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினாள் போதும் அதே கணம் என் கண்ணொரு So, daddy changed, baby boy? Okay, daddy? Jude, നീ റെഡി ആയോ? Yes, mom. അല്ല റെഡിയാവാൻ പറഞ്ഞേ? അത് ഇന്നിവിടെ ജേക്കബും ഫാമിലിയും വരുന്നുണ്ട്. ഓ, അപ്പൊ ഡേവിഡ് ഇവരുടെ എൻഗേജ്മെന്റ് നെക്സ്റ്റ് സൺഡേ ഫിക്സ് ചെയ്യുമല്ലേ? അതെ. പപ്പ എന്തിപ്പോ പറഞ്ഞേ? ആരുടെ എൻഗേജ്മെന്റ്? വിട്ടുപോയി മോനെ. ഞങ്ങൾ നിന്റെയും ലേമോളുടെയും മാരേജ് ഫിക്സ് ചെയ്തു. ഈ സൺഡേ നിങ്ങളുടെ എൻഗേജ്മെന്റാ. പപ്പ വാട്ട് ആർ യു സേയിങ്? എന്റെ സമ്മതമില്ലാതെയോ? അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നീ ഞങ്ങളുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കില്ലാന്ന്. അതെ, എതിര് നിൽക്കില്ല ഈ ഒരു കാര്യത്തിൽ ഒഴിച്ച്. മോനെ നീ ഇങ്ങനെ പറയില്ലേ, ഒന്ന് സമ്മതിക്കടാ. മമ്മി ഓൾറെഡി ലേമോളെ മരുമോളായി കണ്ടു. അത് ഇച്ചായൻ സമ്മതിക്കും. അയിനോ ഇച്ചായൻ എന്നെയും ഇഷ്ടമാണ് എന്ന്. ഇത്രയും നാൾ ഇച്ചായനോട് ഇത് പറയാത്തത് കൊണ്ടല്ലേ ഈ ഡ്രാമ? ലയ, ഞാൻ അതിനുള്ള ആൻസർ കോളേജിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാ ഞാൻ ഡ്രാമ കളിക്കുന്നേ? നിനക്കുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഇവൾ പഠിക്കുന്ന കോളേജ് ഏതാന്ന് അന്വേഷിച്ച് അവിടെ തന്നെ പോയേ? വാട്ട്? ഓ ഷിറ്റ്, ഞാൻ ആ കോളേജിൽ ജോയിൻ ചെയ്തു എന്ന് വെച്ച് അത് ഇവൾ പഠിക്കുന്നത് കൊണ്ടല്ല. നീ ആ കോളേജിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞല്ലോ നിനക്ക് വേണ്ടപ്പെട്ട ആരോ ആ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന്, ലാസ്റ്റ് ഇയർ ആണെന്നൊക്കെ. അതുകൊണ്ട് ആ ആളെ കാണാൻ വേണ്ടി ആണ് നീ 1 year പ്രൊഫസറായി ജോബ് ചെയ്യുന്നേന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ശരിയാണ്, ബട്ട് ആൾ ലയല്ല. പിന്നെ നിനക്ക് ആ ആളെന്ന് പറയുമ്പോൾ അതൊക്കെ ലവറാണ്. ഇന്നലെ ഞാൻ പോയതും ആ ആളുടെ വീട്ടിലേക്കായിരുന്നു. ഞാൻ വിശ്വസിക്കില്ല. നീ ആളെ ഇപ്പൊ തന്നെ കോൾ ചെയ്ത് ഇങ്ങോട്ട് വിളിക്ക്. ഓക്കെ കോൾ സ്പീക്കറിലിടണം. ഓക്കേടാ. അതിനു മുമ്പ് അതൊരു ബോയ് ആണ്. നോ പ്രോബ്ലം അല്ലേ ചായ? നീ വിളിക്കേ. ഹലോ ലവി, എന്താടാ ഈ ടൈമിലൊരു കോൾ? കെയിൻ, നീ എന്റെ വീട്ടിലേക്ക് വാ. ഞാൻ പിക്ക് ചെയ്യാൻ വരണോ? അതെന്തിനാ ഞാനിപ്പോ അങ്ങോട്ട് വരുന്നത്? അവിടെ ആരും ഇല്ലേ? നിനക്ക് ഇന്നലത്തതൊന്നും മതിയായില്ലേ? സ്റ്റിൽ യു വാണ്ട്? അതല്ല, നീ ഇങ്ങോട്ട് വാ. വരാം, ബട്ട് എന്തിനാ? അതൊക്കെ വന്നിട്ട് പറയാം. ഞാൻ വിളിക്കാൻ വരണോ? വേണ്ട, ഞാൻ വന്നോളാം. ഓക്കെ. ഹോ, അപ്പൊ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത ടൈമിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ? അല്ല, അപ്പൊ ഇവരുടെ കാര്യം? ജേക്കബ്, ഐ എം സോറി. ഇവന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വലുത്. സോ ബട്ട് അതൊരു ബോയ് ആണ്. അതിനിപ്പോ എന്താ അങ്കിൾ? അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ആണോ? അപ്പോ അങ്കിളുടെ മൂത്ത മോൻ ലെയിൻ ജേക്കബ് ഒരു ബോയിനെയാണല്ലോ മാരേജ് ചെയ്ത്. അതും അങ്കിളല്ലേ നടത്തിക്കൊടുത്തേ? ബട്ട് ഇച്ചായന് എന്നെ ഇഷ്ടല്ലേ? അല്ല എന്ന് എത്ര വട്ടം പറഞ്ഞു. സോ പ്ലീസ് കീൻ വാ. എടാ, എന്താ കാര്യം? ഉണ്ട് മമ്മി പപ്പ, ഇതാണ് കീൻ, ആദം എബ്രഹാം. വാട്ട്? മോനെ ആദം? ആലിസ് മമ്മി, ഡേവിഡ് പപ്പ. നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? പിന്നെ അറിയാതെ? എടാ അതിന്റെ ഒരു അങ്കിൾ ഇല്ലേ എബ്രഹാം, എന്റെ ഇച്ഛ, ആളുടെ മോനാണ്. എന്തിനാ ഞാനറിയാത്തെ? അതിന് ഫാമിലി ഫംഗ്ഷനിൽ വിളിച്ചാ വല്ലപ്പോഴും വരണം. അതെ മോനെ, ആദം സുഖമല്ലടാ? അതെ പപ്പ. മോനെ ജൂഡും നീയും തമ്മിൽ ഇഷ്ടത്തിലാണോ? അത് ധൈര്യമായി പറഞ്ഞോ. ഞങ്ങൾ ഇഷ്ടത്തില്ല മമ്മി പപ്പ. എത്ര നാളായി? 5 years. What? 5 years? അത് നീ പഠിച്ചതൊക്കെ ലണ്ടനിലല്ലേ? ഇവൻ ഇവിടെയും പിന്നെങ്ങനെ? ഞങ്ങൾ ഓൺലൈൻ വഴിയാ പരിചയപ്പെട്ടെ. ആദ്യമൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഒരിക്കൽ വെക്കേഷന് നാട്ടിൽ വന്നപ്പോ ഞാൻ ഇവനെ കാണാൻ പോയിരുന്നു. അന്ന് ഞങ്ങൾ കണ്ടതിനു ശേഷം ഞങ്ങൾക്ക് 2 പേർക്കും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഫ്രണ്ട്സിനേക്കാൾ ഉപരി വേറെ ആരോ ആണെന്ന്. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടമാണെന്ന്. നെക്സ്റ്റ് വെക്കേഷൻ വന്നപ്പോ ഞാൻ പ്രപ്പോസ് ചെയ്തു. ഇവന് ഇഷ്ടമാണെന്നും പറഞ്ഞു.
ഇപ്പൊ ഞങ്ങൾ ലവേഴ്സ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എബ്രഹാമിനെ വിളിക്കാം. മോനെ, നീ വലിയ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല പപ്പ. എന്നാ ഇജയൻ വന്നിട്ട് പറയാം അല്ലേ ദേവിച്ചായ? അതെ. എന്നാ മമ്മി ഞാൻ പോട്ടെ. എങ്ങോട്ട് പോകാൻ? ഇന്ന് ഇവിടെ നിന്നാ മതി. ഇന്നെന്നല്ല, ഇനി എന്നും അങ്ങോട്ട്. കേട്ടല്ലോ? അത് മമ്മി. ഒന്നും പറയണ്ട. ജൂഡ് നാളെ കോളേജ് കഴിഞ്ഞ് ഇവന്റെ അപ്പാർട്ട്മെന്റിൽ പോയി ഇവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് ഓണറിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരും. ഓക്കെ മമ്മി. ആലിസ് അവൻ നാളെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് എത്തുന്ന പറഞ്ഞു. ഓക്കെ. എന്നാ എല്ലാരും ഫുഡ് കഴിക്കാം. വാ. ജൂഡ് ഇവന് ഗസ്റ്റ് റൂം കാണിച്ചു കൊടുത്തേക്ക്. എന്തിനാ ഗസ്റ്റ് റൂം? എന്റെ റൂമിൽ കിടത്താം. എന്നാ അങ്ങനെ ആവട്ടെ. മോനെ, ജൂൺ കുറച്ച് മഴത്തിലൊക്കെ ആവാം കേട്ടോ. റൂം സൗണ്ട് പ്രൂഫ് ആണെന്ന് കരുതി ഹാർഡാക്കണ്ട. ഇവനോട് കൂടി പറഞ്ഞേക്ക് പപ്പ. എന്തിനാ? അപ്പോ അവനാണോ ടോപ്പ്? നോ, ഞങ്ങൾ സ്വിച്ചാ. അടിപൊളി. അപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. വന്ന് നിനക്കൊരു നാണോ ഇല്ലല്ലോ ലേവി. കഷ്ടം. ശരി, അങ്ങോട്ട് നോക്കിയേ. അവിടെ എന്താ? അതെന്താ ജൂഡ് സാറിന്റെ കൂടെ? സാധാരണ ലേ ആണല്ലോ കൂടെ വരാറ്. അല്ല, ഇവർ തമ്മിൽ കമ്പനി ആയോ? അതൊക്കെ എപ്പോ? ആർക്കറിയാം ഇവിടെ ഇത് എന്തൊക്കെയാ നടക്കുന്നേന്ന്. ലയ, എന്താടി നിന്റെ ഫിയാൻസിന്റെ കൂടെ ആദം വരുന്നു? ഹൗ? അത് ചിലപ്പം ലിഫ്റ്റ് വല്ലതും കൊടുത്തതാവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? വാ, ക്ലാസ്സിൽ പോവാം. നീ എന്തിനാടാ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതൊക്കെ ഉണ്ട്. ആദ്യം രണ്ടുപേര് വരാനുണ്ട്. അതാരാ? അതൊക്കെ ഉണ്ട്. വന്നല്ലോ. മോനെ ആദമേ, നീ എന്താണ് ഇവിടെ? അല്ല, ഇത് വീട് ജൂഡ് മോനല്ലേ? അതൊക്കെ എത്തി. അതെ അങ്കിൾ, ഞാൻ തന്നെയാ. നിങ്ങൾ വളർന്നല്ലോടാ. പറയുന്ന കേട്ടാ തോന്നും ഇന്നലെ ലാസ്റ്റ് കണ്ടേന്ന്. ഇവൻ 1 വയസ്സുള്ളപ്പോഴെന്തോ അല്ലേ കണ്ടത്? ഇവിടെ ഞാൻ 1 വയസ്സുള്ളപ്പോഴൊന്നുമല്ല കണ്ടത്, 1.5 വയസ്സുള്ളപ്പോഴാ. നിനക്കൊരു മാറ്റമില്ലല്ലോടാ. സത്യം പപ്പ. മോനെ ആദമേ, വേണ്ട അപ്പനിട്ട് താങ്ങല്. മതി, നിർത്തിക്കേ. ഇച്ചയെ വിളിച്ച കാര്യം പറ. അതെ, കം ടു ദ പോയിന്റ്. ഇവര് തമ്മിൽ ഇഷ്ടത്തില്ല. അപ്പം നമുക്ക് ആ കെട്ടങ്ങ് നടത്തിയാലോ? ഇതിനെന്താ? ഇവരോ? മോനെ ജൂഡ്, നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ സ്നേഹിക്കാൻ. എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. തന്നെ നോക്കിക്കോ. പിന്നെ ലെവി, നിനക്ക് ഞാൻ തരാം. മതി, നിർത്ത്. എന്താ എബ്രഹാം അഭിപ്രായം? അതിനെന്താ, നമുക്ക് നടത്താം. നാളെ വേണമെങ്കിൽ നാളെ തന്നെ നടത്താം. ആദം, നീ എന്താ സാറിന്റെ കൂടെ? അതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. നീ ഇപ്പൊ വാ. ഇതാ വരുന്നു. എന്റെ തല ഏതവനാടത്? അയ്യോ, ചായൻ. നോക്കി നടക്ക് പെണ്ണേ. ശ്രദ്ധിച്ചില്ല. ഇച്ചായ പിന്നില്ലേ? അത് ഇച്ച കവളി ലിപ്സ്റ്റിക്. പോയോ? പോയി ഗ്ലാസ്സിൽ പോടെ ചേർക്കോ. എന്താണ് അവിടെ? ഒന്നുമില്ല. ഞാൻ കണ്ടു കിസ്സിങ്. കണ്ടു അല്ലേ? അല്ല, നീയും ആദവും സെറ്റായോ? എന്തായിരുന്നു പ്രോബ്ലം? അത് ഫ്രൈഡേ തന്നെ സെറ്റായി. പ്രശ്നമോ? അത് ഒരു കാര്യം ചെയ്യും. കോളേജ് കഴിഞ്ഞ് കോളേജിലെ ഫ്രണ്ടിനുള്ള കഫേ ഇല്ലേ, അവിടെ സംസാരിക്കാം. ജെയിനെ വിളിച്ചോ. ഓക്കെ. അത് ആരും സ്കിപ്പ് ചെയ്യല്ലേ. ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇത് ഞാൻ ചെയ്തത് അത്ര നന്നായിട്ടില്ല. അതിനോ കുറേ ടൈം ഉണ്ടായിട്ടും ഞാൻ മടി പിടിച്ച് ലാസ്റ്റ് ഇന്നലെയും മിനിഞ്ഞാന്നും കൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് സെറ്റാക്കിയത്. അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് സെറ്റാക്കിയതാണ്. അപ്പം അതിൻ്റേതായ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മടി പിടിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അത്ര നന്നായിട്ടില്ല. ഐ നോ.
എന്നാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം JKയുടെ ബർത്ത്ഡേയുടെ ഇതായിട്ടും അതുപോലെ തന്നെ 3K മുതൽ 13K ആയതുവരെയുള്ള സ്പെഷ്യൽ എപ്പിസോഡ്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിരിക്കുവാണ്. അപ്പം ശരി.